രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ സംസാരിക്കാൻ തോന്നുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ മണപ്പള്ളിക്കാവ് ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷം ഞാൻ നേരത്തെ പങ്കുവച്ചു. അത് ഇതിൻ്റെ കണക്ക് വരുമ്പോൾ വിശദമായിട്ട് പറയേണ്ടതാണ്. അതായത് BJPയുടെ സ്ട്രോങ് ഹോൾഡ് ബെൽറ്റുകളിൽ പോയപ്പോൾ അവിടുത്തെ ധാരാളം വോട്ടർമാർ ഞങ്ങൾ തവണ വോട്ട് ചെയ്യില്ല, ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കാരണമില്ല, BJPക്ക് വോട്ട് ചെയ്യാൻ കാരണമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം BJPക്ക് മാത്രം വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ വേറൊരു പാർട്ടിക്കും കൊടുക്കാൻ കഴിയാത്തത്ര ഹാർഡ് കോർ ആയിട്ടുള്ള BJPക്കാർ. അപ്പോൾ അങ്ങനെ കുറഞ്ഞാൽ മാത്രമേ പോളിംഗ് പറയുള്ളൂ. ഞങ്ങളുടെ പോളിംഗ് വളരെ കൃത്യമായിട്ടുണ്ടാകും. ഞങ്ങളുടെ പോളിംഗ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ സെക്കുലർ സ്പേസിലെ മുഴുവൻ വോട്ട് കൃത്യമായി പോൾ ചെയ്യപ്പെടും. പൊതുവായ പോളിംഗ് വർധനവ് അതായത് എല്ലാ പാർട്ടിയുടെയും ആളുകൾ വന്ന് വോട്ട് ചെയ്യുമ്പോഴാണല്ലോ പോളിംഗ് വരിക. ഞങ്ങളുടെ വോട്ട് കൃത്യമായി പോൾ ചെയ്യപ്പെടും. ഞങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സെക്കുലർ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെടും. ബാക്കിയുള്ള ആളുകളുടെ കാര്യം അത് അവരോട് തന്നെ വലിയ വിയോജിപ്പുകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ രാഷ്ട്രീയം ഇപ്പോൾ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ പറ്റുന്നില്ല എങ്കിൽ മാത്രമാണ് പോളിംഗ് കുറയുക. അതെ, നീണ്ട ക്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് കോൺഫിഡൻസ് കൂടുതലല്ലേ. ഇത് വികസനമാണോ വിവാദമാണോ, ഏതായിരിക്കും രാഹുൽ പ്രതീക്ഷിക്കുന്നത്? തെരഞ്ഞെടുപ്പ് വോട്ടർമാരെ സ്വാധീനിക്കും, ജനങ്ങളെ സ്വാധീനിക്കുക വികസനമാണ്. അനാവശ്യമായി വിവാദം ഉണ്ടാക്കിയിട്ട് അവരുടെ ചർച്ചകളെ മാറ്റിയതും അവരെ വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കും. അപ്പോൾ അതുകൊണ്ട് രണ്ടിനും കൂടെ ചേർത്ത് ഉള്ള വോട്ട്. വികസനത്തിൽ ഒരു തുറന്ന ചർച്ചയ്ക്ക് രാഹുൽ തയ്യാറായില്ല എന്നതാണ് സരിൻ തുടർച്ചയായി വെല്ലുവിളിച്ച് ചോദിച്ചായിരുന്നു. ഒരു വികസനത്തിൽ ഒരു ഓപ്പൺ ഫോറം ഒന്നിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ട്. പക്ഷെ അവസാന നിമിഷം വരെ രാഹുൽ അതെ എനിക്ക് സംവാദമൊന്നും ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ആളായതുകൊണ്ട് പൊതുസംവാദത്തിൽ രാഹുൽ വന്നില്ല. അതാണ് പൊതുസംവാദത്തിന് ആരും ക്ഷണിച്ചില്ല. ആരാ ക്ഷണിച്ചത്? എന്നെ ആകെ സംവാദത്തിന് ക്ഷണിച്ചത് പ്രസ് ക്ലബ്ബാണ് അല്ലേ. ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴെങ്കിലും നമ്മൾ സത്യം, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അതുവരെ പറയാത്തൊരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴെങ്കിലും സത്യം പറയണം. ഞാൻ എപ്പോഴും സത്യം മാത്രം പറയുന്നത്. തുറന്ന സംവാദത്തിന് വെച്ച ഒരു വേദി നിങ്ങൾ പറയൂ. ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം ഒരു തുറന്ന സംവാദം നമുക്ക് എന്നാൽ കൈരളി പോലും വെച്ചില്ല. കൈരളി വെച്ചായിരുന്നാലും ഞാൻ വന്നേനല്ലോ, നമുക്കൊരു തുറന്ന സംവാദം നടത്താം എന്ന് പറഞ്ഞിട്ട് നിങ്ങളാരും ചർച്ച വെച്ചില്ല. ആകെ ചർച്ച വെച്ചത് ആരാണ്? മീറ്റ് ദ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ് പ്രസ് ക്ലബ്ബുകാർ മാത്രമാണ് വെച്ചത്. എനിക്ക് സംവാദം ചെയ്യാൻ അങ്ങനെ പ്രയാസമൊന്നുമില്ലല്ലോ. കാരണം ഒന്ന് പാലക്കാടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വികസനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ വേണമല്ലോ നടത്താമല്ലോ. ഇപ്പോൾ അങ്ങ് സ്വാഭാവികമായിട്ട് ഒരു പ്രതിനിധിയായിട്ട് തന്നെ എന്നോട് ചോദിച്ചോളൂ. ഏത് ചോദ്യത്തിന് വേണമെങ്കിലും വികസനമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മറുപടി പറയാം. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പിന്നെ തെരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞ് നമുക്ക് എന്ത് കള്ളവും പറയരുത്. ആരാണെന്ന് പറയത് നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ ഇത്രയും എല്ലാ മാധ്യമ സ്ഥാപനമല്ലേ, മാധ്യമ സ്ഥാപനങ്ങളാണല്ലോ സാധാരണ. ഇപ്പോൾ അല്ല UDF അല്ലല്ലോ ചർച്ച വെക്കണ്ടേ, ആണോ? തുറന്ന സംവാദം എല്ലാ സ്ഥാനാർത്ഥികളുമായിട്ടുള്ള വെക്കേണ്ട മാധ്യമ സ്ഥാപനം. നിങ്ങൾ എല്ലാ മാധ്യമ സ്ഥാപനത്തിൻ്റെയും പ്രതിനിധികൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഓരോ കള്ളങ്ങളിങ്ങനെ രാവിലെ എഴുന്നേറ്റ് നമുക്ക് പൊളിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ചോദിക്കാം, ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം പറ ഞങ്ങളൊരു ചർച്ച വെച്ചിരുന്നു, എല്ലാ സ്ഥാനാർത്ഥികളുമായിട്ടുള്ള ചർച്ച വെച്ചിരുന്നു, ആ ചർച്ചയിൽ രാഹുലിനെ വിളിച്ചപ്പോൾ രാഹുൽ വന്നില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു മാധ്യമ സ്ഥാപനമെങ്കിലും ഉണ്ടോ?